എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സോഫ്റ്റ് അസേർഷൻ കരാട്ടയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോഫ്റ്റ് അസേർഷൻ നമുക്ക് ഗ്ലോബൽ ലെവലിലും ഫീച്ചർ ലെവലിലും സെനേറിയോ ലെവലിലും ആഡ് ചെയ്യാൻ സാധിക്കും. ഗ്ലോബൽ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് കരാട്ടയിലെ കോൺഫിഗറേഷൻ ഫയലായ karate-config.js എന്ന ഫയലാണ്. ആ ഫയൽ യൂസ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് ആഡ് ചെയ്ത് നമുക്ക് സോഫ്റ്റ് അസേർഷൻ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഫീച്ചർ ഫയലിലും സെനേറിയോ ലെവലിലും കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി സ്റ്റാർ എന്നുള്ള സ്പെഷ്യൽ സിമ്പിൾ, ഈ സ്റ്റാർ എന്നുള്ള സിമ്പിൾ ഗീവൺ വെൻ ദെൻ ആൻഡ് എന്നീ കീവേഡ്സിന് ഇക്വലന്റ് ആണ്. അതിനുശേഷം കോൺഫിഗർ എന്നൊരു കീവേഡ് ഉണ്ട്. അതിനുശേഷം കണ്ടിന്യൂ ഓൺ സ്റ്റെപ്പ് ഫെയിലിയർ ഈക്വൽ ട്രൂ എന്ന് നമ്മൾ ഫീച്ചർ ഫയലിലും സെനേറിയോ ലെവലിലും മെൻഷൻ ചെയ്ത് നമുക്ക് സോഫ്റ്റ് അസേർഷൻ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനെ നമുക്ക് ഗ്ലോബൽ കോൺഫിഗറേഷൻ ഫയലിൽ ആഡ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഞാൻ എക്ലിപ്സ് ഐഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരാട്ടെ API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ com.test എന്ന പാക്കേജിന്റെ അകത്ത് continueOnStepFailure.feature എന്നൊരു ഫീച്ചർ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫീച്ചർ ഫയലിന്റെ പേര് continueOnStepFailure കീവേഡ് സോഫ്റ്റ് അസേർഷൻ ഡെമോ ഫീച്ചർ എന്നുള്ളതാണ്. പിന്നെ അതൊരു ബാക്ക്ഗ്രൗണ്ട് കീവേഡ് ഉണ്ട്. ഇവിടെ APIയുടെ എൻഡ് പോയിന്റ് URL ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ സ്റ്റാർ URL ബേസ് URL എന്നുള്ള വേരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബേസ് URL എന്ന വേരിയബിളിന്റെ വാല്യൂ വരുന്നത് karate-config.js എന്ന കോൺഫിഗറേഷൻ ഫയലിൽ നിന്നാണ്. ഇവിടെ ഞാൻ ബേസ് URL എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഈ വേരിയബിൾ യൂസ് ചെയ്ത് പിക്ക് ചെയ്തെടുക്കുന്നത്. karate-config.js എന്ന കോൺഫിഗറേഷൻ ഫയൽ മെൻഷൻ ചെയ്തിരിക്കുന്ന വേരിയബിളിന്റെ വാല്യൂ നമുക്ക് പ്രൊജക്റ്റിലെ ഫീച്ചർ ഫയൽ അക്രോസ് നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയലിനകത്ത് രണ്ട് സെനാരിയോ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സെനാരിയോ കണ്ടിന്യൂ ഓൺ സ്റ്റെപ്പ് ഫെയിലിയർ കീവേഡ് സോഫ്റ്റ് അസേർഷൻ ഡെമോ സെനാരിയോ 1. ഇതാണ് നമ്മൾ പാസ് ചെയ്യുന്ന പേലോഡ്. ഞാൻ 14th ലൈനിലും 15th ലൈനിലും ഇനിഷ്യലി അസേർഷൻ ഫെയിൽ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ നോക്കിയാൽ കാണാം JSON സെർവർ 1 എന്നാണ്. അതുപോലെ ഈ ലൈനിലെ ടൈപ്പ് കോഡ് 1 എന്നുള്ളതാണ്. നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ JSON സെർവറും അതുപോലെ ടൈപ്പ് കോഡ് എന്നുമാണ്. 1 എന്നുള്ള ഒരു ലെറ്റർ ഈ പേലോഡിനോട് നമ്മൾ പാസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 14th ലൈനിലും 15th ലൈനിലും അസേർഷൻസ് ഫെയിൽ ആവും. അതേ സിനാരി തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് സിനാരിയുടെ പേജിനകത്ത് 2 എന്നൊരു വേർഡിങ് ആഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിനാരിയെ സംബന്ധിച്ചോളം ഇന്റൻഷ്യലി നമ്മൾ ഫെയിൽ ചെയ്തിരിക്കുന്നത് 24th ലൈനിലും 25th ലൈനിലുമാണ്. അപ്പോൾ സോഫ്റ്റ് അസേർഷൻ എനേബിൾ ചെയ്യാതെ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുമ്പോൾ ആദ്യം ഇത് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു. HTML റിപ്പോർട്ട് ഞാൻ ഈ ടാബിൽ ഓപ്പൺ ചെയ്യുവാണ്. ഫീച്ചർ ഫയൽ ഫെയിൽ ആയി. നമ്മൾ ഇനിഷ്യലി ഫെയിൽ ചെയ്യിപ്പിച്ചതാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം 14th ലൈനിൽ ആണ് അസേർഷൻ ഫെയിൽ ആയത്. നമ്മളത് ഇന്റൻഷ്യലി ഫെയിൽ ചെയ്യിപ്പിച്ചാണ്. പക്ഷേ 15th ലൈനിലേക്കും 16th ലൈനിലേക്കും 17th ലൈനിലേക്കും എക്സിക്യൂഷൻ പോയിട്ടില്ല. കാരണം കരാട്ടെ ബൈ ഡീഫോൾട്ട് എവിടെ അസേർഷൻ ഫെയിൽ ചെയ്യുന്നോ ആ ലൈൻ കൊണ്ട് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ടൈം കൊടുത്തിരിക്കുന്നത് 15th ലൈനും 16th ലൈനും 17th ലൈനും എഗെയിൻസ്റ്റ് വാല്യൂ 0 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എക്സിക്യൂഷൻ ആ 3 ലൈൻസിലേക്ക് കടന്നിട്ടില്ല. അതേ കേസ് തന്നെയാണ് സെനേറിയോ 2ന്റെ കേസിലും. 24th ലൈനിൽ നമ്മൾ ഇന്റൻഷ്യലി അസേർഷൻ ഫെയിൽ ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് 25th ലൈനിലേക്കും 26th ലൈനിലേക്കും 27th ലൈനിലേക്കും എക്സിക്യൂഷൻ വന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ 0 എന്നുള്ളത് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യമേ karate-config.js എന്ന കോൺഫിഗറേഷൻ ഫയൽ യൂസ് ചെയ്ത് സോഫ്റ്റ് അസേർഷൻ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ഈ ലൈൻ ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം karate-config.js എന്ന ഫയലിൻ്റെ അകത്ത് ഈ കോൺഫിഗറേഷൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഈ ഫീച്ചർ ഫയൽ ഞാൻ റൺ ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ പുതിയ ടാബിൽ HTML റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇത്തവണ നോക്കിയാൽ കാണാം 14th ലൈനിലും 15th ലൈനിലും ഒരു പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ആ രണ്ട് അസേർഷൻ ഫെയിൽ ആയെങ്കിലും 16th ലൈനിലേക്കും 17th ലൈനിലേക്കും എക്സിക്യൂഷൻ പോയിട്ടുണ്ട്. ഇവിടെ ടൈം കൊടുത്തിരിക്കുന്നത് കാണാം. അതായത്
ഫെയിൽ ആയ അസേഷൻസും പാസ്സായ അസേഷൻസും നമുക്ക് കാണാം. അതായത് 14th ലൈൻ ഫെയിൽ ആയാലും 15th ലൈനിലേക്കും 16th ലൈനിലേക്കും 17th ലൈനിലേക്കും എക്സിക്യൂഷൻ പോകും. കാരണം നമ്മൾ സോഫ്റ്റ് അസേഷൻ എനേബിൾ ചെയ്തു. അതേ കേസ് തന്നെയാണ് സെനേരിയോ 2 കേസിന്റെ കാര്യത്തിലും ഇംപ്ലിമെന്റ് ആയിരിക്കുന്നത്. ഇവിടെ 24th ലൈനിൽ അസേഷൻ ഫെയിൽ ആയെങ്കിലും എക്സിക്യൂഷൻ പക്ഷേ 25th ലൈനിലും 26th ലൈനിലും 27th ലൈനിലും പോയി. നിങ്ങൾക്ക് കാണാം ഇവിടെ ടൈം. ഇനി നമുക്ക് എങ്ങനെയാണ് ഫീച്ചർ ഫയലിൽ സോഫ്റ്റ് അസേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പർട്ടിക്കുലർ ലൈനെ കോപ്പി ചെയ്യുവാണ്. Ctrl+C. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിനകത്ത് അത് ആഡ് ചെയ്യുന്നു. ഇവിടെ karate-config.js എന്ന ഫയലിനകത്ത് ഞാൻ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാല്യൂ ഞാൻ ഫോൾസ് ആക്കുന്നു. പക്ഷെ ഫീച്ചർ ഫയലിൻ്റെ അകത്ത് ട്രൂ ആണ്. അപ്പം പ്രയോറിറ്റി എപ്പോഴും വരുന്നത് ഫീച്ചർ ലെവലിലാണ്. ഗ്ലോബൽ ലെവലിൽ നമ്മൾ ഫോൾസ് കൊടുത്തെങ്കിലും ഇവിടെ ഫീച്ചർ ഫയൽ ലെവലിൽ നമ്മൾ ട്രൂ എന്നൊരു വാല്യൂ കൊടുത്തുകൊണ്ട് സോഫ്റ്റ് അസേഷൻ എനേബിൾഡ് ആയിരിക്കും. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. HTML ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം സോഫ്റ്റ് അസേഷൻ എനേബിൾ ആയതുകൊണ്ട് എല്ലാ ലൈനും എക്സിക്യൂട്ട് ആയി. karate-config.js എന്ന ഫയലിനകത്ത് സോഫ്റ്റ് അസേഷൻ ഡിസേബിൾ ചെയ്തിട്ടും ഫീച്ചർ ലെവലിൽ നമ്മൾ ഇത് എനേബിൾ ചെയ്തുകൊണ്ട് സോഫ്റ്റ് അസേഷൻ ആ ഫീച്ചർ ഫയലിലെ എല്ലാ സെനേരിയോസിനും ആപ്ലിക്കബിൾ ആണ്. ഇനി ഞാൻ ഇവിടുത്തെ വാല്യൂ ഫോൾസ് ആക്കി കൊടുക്കുവാണ്. എന്നിട്ട് സെപ്പറേറ്റ് ഓരോ സെനേരിയോയ്ക്കും ട്രൂ എന്നുള്ള രീതിയിൽ സോഫ്റ്റ് അസേഷൻ എനേബിൾ ചെയ്യുവാണ്. ട്രൂ ആക്കുന്നു. ഇത് ലൈൻ ഓഫ് കോഡ് തന്നെ നെക്സ്റ്റ് സെനേരിയോയിൽ ആഡ് ചെയ്യുവാണ്. ഫോർമാറ്റ് ചെയ്യുന്നു, ഫയൽ സേവ് ചെയ്യുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ഗ്ലോബൽ ലെവലിലും അതുപോലെ തന്നെ ഫീച്ചർ ലെവലിലും സോഫ്റ്റ് അസേഷൻ ഡിസേബിൾ ചെയ്തു. പക്ഷേ ഓരോ സെനേരിയോയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് സോഫ്റ്റ് അസേഷൻ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും പ്രയോറിറ്റി സെനേരിയോയ്ക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി സെനേരിയോ ലെവലിലും അതിനുശേഷം ഫീച്ചർ ലെവലിലും അതിനുശേഷമാണ് ഗ്ലോബൽ ലെവലിലും പ്രയോറിറ്റി വരുന്നത്. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. റിപ്പോർട്ട് ജനറേറ്റ് ആയി. ഈ റിപ്പോർട്ട് ഞാൻ ബ്രൗസറിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ സോഫ്റ്റ് അസേഷൻ ഇംപ്ലിമെന്റ് ആയിരിക്കുന്ന എല്ലാ ലൈൻ ഓഫ് കോഡും എക്സിക്യൂട്ട് ആയി. നമ്മൾ സോഫ്റ്റ് അസേഷൻ ഫീച്ചർ ലെവലിലും അതുപോലെ തന്നെ ഗ്ലോബൽ ലെവലിലും ഡിസേബിൾ ചെയ്തെങ്കിലും ഓരോ സിനേരിയോയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് എനേബിൾ ചെയ്തുകൊണ്ട് സോഫ്റ്റ് അസേഷൻ കറക്റ്റായിട്ട് വർക്കായി. അപ്പം സോഫ്റ്റ് അസേഷൻ എങ്ങനെയാണ് ഗ്ലോബൽ ലെവൽ, അതായത് karate-config.js എന്ന ഫയൽ യൂസ് ചെയ്ത് ആഡ് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഫീച്ചർ ഫയലിലും സെനേരിയോ ലെവലിലും എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.